പാട്ട് ഏത് പാട്ട് പാടാനാണ്? ഏത് മറ്റേ ഞാനൊരു പാട്ട് പാടാൻ ഒരാളെ ക്ഷണിക്കാം. കാരണം വെറുതെ പാടിക്കോളായി എനിക്ക് എയറിലാകാൻ ആഗ്രഹിക്കുക. ഞാൻ ഇതേ മിണ്ടരുത്, ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജൻ ചേട്ടൻ എവിടെയാ? ഇങ്ങോട്ട് വരിക. ഞാനല്ല, ഇങ്ങള് പാടുന്ന പറഞ്ഞ അതൊക്കെ ക്യാമറ ട്രിക്ക് അല്ലേ? അർജുൻ നല്ല ഗായകനാണ്. അതിപ്പോ അടുത്ത പടത്തിൽ എന്നെ പാടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് വേണ്ടി ചേട്ടൻ പാടാം. കാരണം ഞാൻ പാടിയ കുളവും വേണ്ട. എന്തിനാ വേണ്ട? ഞാൻ കുറെ നാള് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ചേട്ടൻ പാടി പ്ലീസ്. ഞാൻ പാടിക്കഴിഞ്ഞു. ഇത് എന്താ തർക്കിക്കണ? പാട്ട് പാടും സമയങ്ങളല്ലേ? പോണം, വീട്ടിൽ പോണം. കുറെ നേരമായി. പിള്ളേർക്ക് അവന്റെ വണ്ടിക്ക് അല്ല, പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നടത്തി കൊടുക്കണം. നടത്തി കൊടുക്കാം. ഇല്ല, നടത്തി കൊടുത്തോളാം. കുഴപ്പമില്ല. ഇല്ലേ, കുഴപ്പമില്ല. ഇല്ല, എന്നെ മിനി കൂപ്പറിലോ BMW ഞാൻ കേട്ടില്ലടാ, നിന്നെ കേട്ടില്ല. ഉറപ്പിച്ച് ഞാൻ കേട്ടില്ല. മോനെ, ഞാൻ മിനി കൂപ്പറിൽ ജീവിതത്തിൽ നീ കയറില്ല. വേണ്ട, അധികം പറയണേ. അപ്പൊ രഞ്ജന പ്ലീസ് ഒരു പാട്ട് ദയവ്. ഇവനുള്ളത് കൊണ്ട് നങ്ങേലി പോയി വേടാം. ഓക്കെ, ഞങ്ങൾ മാളിയപ്പുറം കയറുടെ ദേശീയ ഗാനം. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാൻ അരികെ. നങ്ങിലിപ്പൂവേ കുന്നോടം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ. അടിപൊളി. വെറുതെ ഞാൻ എന്തിനാ കൊളവാക്കണ പരിപാടിയൊക്കെ സമാധാനം പോകുന്നത്. തരാട്ടോ. താങ്ക് യു. അല്ല, എനിക്ക് പഞ്ചാബി ഹൗസിലെ ഒരു ഡയലോഗാണ് അർജുൻ ചേട്ടനിവിടെ രഞ്ജൻ ചേട്ടനെ വെച്ചിട്ട് പാടിച്ചപ്പോ ഓർമ്മ വന്നത്. എനിക്ക് വേണ്ടി രമണൻ ഗോദയിലേക്ക് ഇറങ്ങും എന്ന് പറയുന്നത് പോലെ അല്ലേ രഞ്ജൻ ചേട്ടനെ വിളിച്ച് പാടിച്ചത്? ആ കോമഡി മനസ്സിലായില്ലേ രമൺ ചേട്ടനെ? അല്ല, രംഗൻ ചേട്ടൻ തന്നെ പറഞ്ഞ എനിക്ക് വേണ്ടി രമണൻ ഗോദയിലേക്ക് ഇറങ്ങും എന്ന പോലെ രഞ്ജൻ ചേട്ടനെ വിളിച്ച് പാടിച്ചതുപോലെ ഉണ്ടായിരുന്നു എന്ന് ഒരു കോമഡി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാതെ റോണി ചേട്ടാ എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോ ഒരു തവണ കൂടി സന്തോഷം. നവംബർ 15 നമുക്ക് എല്ലാവർക്കും അനന്തശ്രീമാല എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണുക.